കോട്ടയം ഏറ്റുമാനൂരിൽ മക്കളോടൊപ്പം ആത്മഹത്യ ചെയ്ത ഷൈനിയുടെ മൊബൈൽ ഫോൺ കണ്ടെത്തി. ഷൈനിയുടെ വീട്ടിൽ നിന്നാണ് ഫോൺ കണ്ടെത്തിയത്. ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. ജോസി ബാബു വിശദാംശങ്ങൾ നൽകും. ജോസി, ഈ ആത്മഹത്യയുടെ കാരണം തേടിയുള്ള അന്വേഷണത്തിൽ ഈ ഫോൺ എത്ര കണ്ട് നിർണായകമാണ്? സൈഫുദ്ദീൻ, ഈ കേസിൽ ഏറ്റവും നിർണായകമായ തെളിവാണ് മൊബൈൽ ഫോൺ. മൊബൈൽ ഫോണിൽ വിളിച്ചാണ് ഭർത്താവ് നോബി ഷൈനിയെ ഭീഷണിപ്പെടുത്തിയതും ഉപദ്രവിക്കുമെന്ന് ഭീഷണി മുഴക്കിയതുമൊക്കെയും അക്കാര്യങ്ങൾ തെളിയിക്കേണ്ടത് പോലീസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായാണ്. അതുകൊണ്ട് ആദ്യഘട്ടം മുതൽ ഈ മൊബൈൽ ഫോൺ കണ്ടെത്താനായി പോലീസ് ശ്രമിച്ചിരുന്നു. എന്നാൽ അന്വേഷണത്തിന്റെ തുടക്കത്തിൽ മൊബൈൽ ഫോൺ കണ്ടെത്താനായില്ല എന്നായിരുന്നു അന്വേഷണ സംഘം വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ പിന്നീട് ഇന്ന് അറിയിക്കുന്നത് വീട്ടിൽ നടത്തിയ പരിശോധനയിൽ മൊബൈൽ ഫോൺ കണ്ടെത്തിയെന്നാണ്. ഈ മൊബൈൽ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. അതിന്റെ തുടർ പരിശോധനാ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കേസിൽ കൂടുതൽ പേരെ പ്രതി ചേർക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യം പോലീസ് തീരുമാനിക്കുമെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. നിലവിൽ നോബി രാജ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി അറസ്റ്റിലായി ഇപ്പോൾ റിമാൻഡിൽ കഴിയുകയാണ്. തിങ്കളാഴ്ച നോബി രാജിന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കും.